കഴിഞ്ഞ 27/4/2026 കൗൺസിൽ തീരുമാനവും 30/4/2026 ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലെ തീരുമാനവും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഒടുവിലെ ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാഫിക് പരിഷ്കരണങ്ങളാണ്. അത് ഞാനൊന്ന് ഇവിടെ വായിക്കാം. ഒന്ന്, പട്ടാമ്പി ഷൊർണൂര് കൊപ്പം നെല്ലായ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മിഥില റിജൻസി, സജിനി ടൈലേഴ്സ് എന്നിവിടങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശം നിർത്തി പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ടതുമാണ്. രണ്ടാമത്, പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, വെള്ളിനേഴി ഭാഗത്തു നിന്നുമുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിർത്തി മിഥില റിജൻസിയുടെ സമീപം പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്നും എടുത്ത് സജിനി ടൈലേഴ്സ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. മൂന്നാമത്, ഒറ്റപ്പാലം, ഷൊർണൂർ, കോതകുർശി, ചളവറ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ എടുത്ത് തിരിച്ച് സജിനി ടൈലേഴ്സ്, ഒറ്റപ്പാലം റോളക്സ് ഹോട്ടലിന് എതിർവശമുള്ള സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് 3 ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 3 ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളുടെ ക്രമീകരണമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി വാഹന പാർക്കിംഗ് താഴെ പറയും പ്രകാരം ക്രമീകരിച്ചിട്ടുണ്ട്. സജിനി ടൈലേഴ്സിന് മുൻവശം പുതിയ ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിട്ടുള്ളതിനാൽ നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് നമ്പർ 4 അർച്ചന ഏജൻസീസിന്റെ മുൻവശത്തു നിന്നും ആരംഭിച്ച് ടൈമെക്സിന് മുൻവശം വരെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ടതാണ്. മറ്റെല്ലാ ഓട്ടോ സ്റ്റാൻഡുകളും നിലവിലുള്ള സ്ഥിതി തുടരേണ്ടതാണ്. ഗുഡ്സ് വെഹിക്കിൾസ്, ടെമ്പോ ട്രാവലർ എന്നിവ ഒറ്റപ്പാലം റോഡിൽ പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. ടാക്സി കാറുകൾ പഴയ പെട്രോൾ പമ്പിന്റെ മുൻവശം മുതൽ പുത്തനാൽക്കൽ കാളപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. പാർക്കിംഗ് നിരോധിത മേഖലകൾ എന്നിവ സംബന്ധിച്ച് ബോർഡുകൾ വിവിധ ഭാഗങ്ങളിൽ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കേണ്ടതാണ്. ഇതുമാണ് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നഗരസഭയുടെ തീരുമാനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈൻ ബോർഡുകൾ അതുപോലെ നിർദ്ദേശങ്ങളെല്ലാം ഈ ഒരു 3 വിഭാഗങ്ങളിലായിട്ട് വിവിധ ഇപ്പൊ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നഗരസഭ സ്ഥാപിക്കുന്നതാണ്. ഇത് ജനങ്ങളിലേക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ്, പോസ്റ്റർ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ, വാർഡ് ഗ്രൂപ്പുകൾ, മറ്റു എല്ലാ മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുമായി ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട്, നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നഗരസഭയ്ക്ക് വേണം. അപ്പൊ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാം. ചെർപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.